അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു മിൽക്കി കാരമൽ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 എഗ്ഗ്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ, 1/4 കപ്പ് എണ്ണ, 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 എഗ്ഗ് ചേർക്കാം, 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം, 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കാം. ഇതൊരു ക്രീം ഫോമിലാവുന്നത് വരെ അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എണ്ണയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമായി ഒന്ന് അടിച്ചെടുക്കാം. ഇത് കൂടുതലായി ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റേക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദയിൽ നിന്നും കുറച്ചായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് കുറച്ച് മൈദ ചേർത്ത് മുഴുവനായും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മൈദ ഫുള്ളായും ചേർത്ത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇത് ഞാൻ നേരത്തെ ബട്ടർ തടവി വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ്. ഇനി ഈ ബാറ്റർ ഈ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഈ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. ഇനി 10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ച ഈ പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ കേക്ക് റെഡിയാവും. ഇനി ഈ കേക്കിന് വേണ്ട മിൽക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് പാല്, 1/4 കപ്പ് ഫ്രഷ് ക്രീം, 1/4 കപ്പ് പഞ്ചസാര എന്നിവ ഒരു ബൗളിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് കേക്ക് റെഡിയാവുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിന് വേണ്ട കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ചൂടായ ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതൊന്ന് മെൽറ്റായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനിയൊന്ന് ലോ ഫ്ലെയിമാക്കി മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയായോ എന്ന് നോക്കാം. ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. കേക്ക് വെന്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഞാനൊരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുമുണ്ട്.
കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ കേക്കിനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. മിൽക്ക് മിക്സ് ഒഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സ് മുഴുവനായും ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മിക്സ് മുഴുവനായും ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമാണ്. ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇതിന് മുകളിലേക്ക് ഫുള്ളായും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് മുഴുവനായും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഇങ്ങനെ ലൈൻ ഇട്ടതിന് ശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്കി കാരമൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനെന്ന പോലെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.